അപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആ നിൽപ്പ് എന്നൊക്കെ. അപ്പോൾ ഇത് പറയുന്നത്, ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത്, അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഭയങ്കരമായ ടെൻഷനും ഡിപ്രഷനും ഒക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കുമെന്നാണ്. അതിലൂടെ ശരീരത്തിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് നിങ്ങൾ ജെമിനിലൊക്കെ പോയി ചെക്ക് ചെയ്യുക, ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ജെമിനിലൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെസ് കുറക്കുന്ന, ടെൻഷൻ കുറക്കുന്ന, നമ്മുടെ ഡിപ്രഷനൊക്കെ കുറക്കുന്ന കാര്യങ്ങളിൽ അതൊരു വ്യായാമമായാലും എന്തെങ്കിലും മെഡിറ്റേഷൻ ആയാലും വ്യായാമമായാലും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളായി നമ്മൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും ഒരിക്കൽ ആഴ്ചക്ക് 1-2 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ നല്ലതാണ് വെള്ളം മെഡിറ്റേഷനൊക്കെ ചെയ്യുക. അങ്ങനെ ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ടെൻഷനില്ല, മോശമായ ചിന്തകൾ, ടെൻഷനുകൾ, ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരുന്നതെന്ന് പലരും പറയാറുണ്ട്. ടെൻഷനുകൾ വരും, പല ചിന്തകളും വരും. നമ്മൾ മനുഷ്യനാണല്ലോ, സ്വാഭാവികമാണത്. പക്ഷേ ചിന്തകളെ എങ്ങനെ ഒരു വഴിതിരിച്ചു വിടാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കാര്യത്തിൽ ഒരു ടെൻഷൻ നമുക്ക് വരുമ്പോൾ, ഒരു ചിന്ത വരുമ്പോൾ അതിൻ്റെ നല്ലൊരു സൊല്യൂഷൻ, നല്ലൊരു ഭാഗത്തേക്ക് മാത്രം ചിന്തനെ കൊണ്ടുപോവുക. നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രമായി പോകും. നമ്മൾ പലരും ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് വശങ്ങൾ മാത്രം നോക്കാണ്ട് പോസിറ്റീവ് വശങ്ങളും കൂടി നോക്കുക. എല്ലാ കാര്യത്തിലും നമുക്ക് എന്താണോ ചിന്ത വരുന്നത് അതിൽ ഓരോ 10-20 മിനിറ്റ് കൂടുമ്പോൾ ഒരിക്കൽ നമ്മൾ ദീർഘശ്വാസം എടുത്ത് ബ്രീത്തിങ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, അതിൻ്റെ നല്ല വശങ്ങൾ, ഇതെനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ടോ, ആവശ്യമില്ല, നല്ല വശങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ടെൻഷനും പ്രഷറും, നമ്മൾ ഒരുപാട് ജോലിയുമായി ബന്ധപ്പെട്ട പ്രഷറും ടെൻഷനും ഒക്കെ നമുക്ക് മാറട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ.